നിലവിലെ കരസേനാ മേധാവി ചോദിച്ചാൽ അത് ജനറൽ ധീരജ് സേത്താണ്. നിലവിലെ കരസേനാ മേധാവി. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് പോവാം? അപ്പോൾ കരസേന എന്ന് പറയുമ്പോൾ നമുക്ക് കരയിൽ എപ്പോഴും എന്താണ് യുദ്ധം പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ മേധാവി എങ്ങനെയായിരിക്കണം? ധീരനായിരിക്കണം എന്നോർക്കാം. കരയിൽ ധീരനായിരിക്കണം. അപ്പോൾ ധീരജ് സേത്ത് കണക്ട് ചെയ്ത് പോവാലോ. നിലവിലെ കരസേനാ മേധാവിയാണ് ധീരജ് സേത്ത്. ഇനി നാവികസേനാ മേധാവി ചോദിച്ചാൽ അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനാണ് നിലവിലെ നാവികസേനാ മേധാവി. നാവികം എന്ന് പറയുമ്പോൾ നമുക്ക് കടൽ കണക്ട് ചെയ്ത് പോവാം. അപ്പോൾ കാളിയൻ എന്ന പാമ്പിനെ പേടിപ്പിച്ച് കാളിന്തി നദിയിലെ വെള്ളം കടൽ പോലെ ശാന്തമാക്കിയ പുരാണ കഥയിലെ നായകനാണല്ലോ കൃഷ്ണൻ. അല്ലെ? കാളിയൻ എന്ന പാമ്പിനെ പേടിപ്പിച്ച് കാളിന്തി നദിയിലെ ജലം കടൽ പോലെ ശാന്തമാക്കിയിട്ടുള്ള പുരാണ കഥയിലെ നായകനാണ് കൃഷ്ണൻ. അപ്പോൾ കണക്ട് ചെയ്ത് വെക്കാം. കൃഷ്ണ സ്വാമിനാഥനാണ്. നാവികസേനാ മേധാവിയാണ് കൃഷ്ണ സ്വാമിനാഥൻ. നിലവിലെ വ്യോമസേനാ മേധാവി ചോദിച്ചാൽ എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് ആണ്. അപ്പൊ വ്യോമസേന എന്ന് പറയുമ്പോൾ എയർ അല്ലെ? എയർ ഫോഴ്സ് ആണല്ലോ. എയർ അമർ ഒരു പ്രൊനൗൺസിയേഷൻ കണക്ഷൻ ഉണ്ടല്ലോ. എയർ അമർപ്രീത് സിംഗ് ആണ് നിലവിലെ വ്യോമസേനാ മേധാവി.